നമസ്കാരം. പ്രധാന വാർത്തകൾ. ടിക്കറ്റ് എടുത്തവർ ശ്രദ്ധിക്കുക. ട്രെയിൻ വൈകിയാൽ ഇനി പോക്കറ്റ് ചോരില്ല. വയറു നിറക്കാൻ റെയിൽവേ വക സൗജന്യ ഭക്ഷണം. പ്രീമിയം ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണിത്. ട്രെയിൻ വൈകുന്നത് മൂലം യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരവുമായി റെയിൽവേയുടെ പുതിയ കാറ്ററിംഗ് നയം വന്നിരിക്കുന്നു. നിശ്ചിത സമയത്തേക്കാൾ 2 മണിക്കൂറിലധികം ട്രെയിൻ വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യമായി ഭക്ഷണം നൽകണമെന്നാണ് റെയിൽവേയുടെ കർശന നിർദ്ദേശം. ഐആർസിടിസിയുടെ കാറ്ററിംഗ് പോളിസി പ്രകാരം ട്രെയിൻ യാത്ര തുടങ്ങാനോ യാത്രക്കിടയിലോ 2 മണിക്കൂറിലധികം വൈകിയാൽ ചായയോ ലഘുഭക്ഷണമോ അല്ലെങ്കിൽ പൂർണ്ണമായ ഭക്ഷണമോ സൗജന്യമായി നൽകാൻ റെയിൽവേ ബാധ്യസ്ഥരാണ്. രാജധാനി, ശതാബ്ദി, തുരന്തോ, വന്ദേ ഭാരത് തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളിലെ യാത്രക്കാർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഭക്ഷണം നൽകാൻ വിസമ്മതിച്ചാൽ എന്തു ചെയ്യണം? പലപ്പോഴും ഈ വിവരം യാത്രക്കാരെ അറിയിക്കാതെ റെയിൽവേ ജീവനക്കാർ മുങ്ങാറാണ് പതിവ്. എന്നാൽ ഭക്ഷണം നൽകാൻ തയ്യാറാകാത്ത പക്ഷം യാത്രക്കാർക്ക് ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാം. 139-ൽ പരാതിപ്പെടാം. റെയിൽവേയുടെ ഔദ്യോഗിക ഹെൽപ്പ് ലൈൻ നമ്പറായ 139-ൽ വിളിച്ച് തത്സമയം പരാതി നൽകാവുന്നതാണ്. റെയിൽ മദാദ് ആപ്പ് വഴി പരാതി നൽകിയാൽ ഉടൻ തന്നെ നടപടിയുണ്ടാകും. ട്രെയിനിലെ ടിഡിയോടോ ടിടിഇ കാറ്ററിംഗ് മാനേജരോടോ പരാതി പുസ്തകം, കംപ്ലയിന്റ് ബുക്ക് ആവശ്യപ്പെടുകയും അതിൽ രേഖാമൂലം പരാതി നൽകുകയും ചെയ്യാം. ട്വിറ്റർ എക്സ് വഴി റെയിൽവേ മന്ത്രാലയത്തെയും ഐആർസിടിസിയെയും ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പരാതി അറിയിക്കുന്നതും ഫലപ്രദമാണ്. യാത്രക്കാരുടെ പരാതി സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ കാറ്ററിംഗ് കരാറുകാരന് വലിയ തുക പിഴ ചുമത്താനും കരാർ റദ്ദാക്കാനും റെയിൽവേക്ക് അധികാരമുണ്ട്. നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ മടിക്കരുത്.